ഹായ് ഫ്രണ്ട്സ്, റീസെന്റ് നയൻതാര അഭിനയിച്ച അന്നപൂർണി എന്ന സിനിമയെ ചൊല്ലി കുറെ കോൺട്രവേഴ്സീസ്. എല്ലാവരുടെ മേൽ കേസ് വിട്ട് FIR ഒക്കെ ഫയൽ ചെയ്ത് നോർത്ത് ഇന്ത്യയിൽ വലിയൊരു പ്രശ്നമായി. ബട്ട് ഇങ്ങനെ ഒരു സിനിമ റിലീസായിട്ടുണ്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിൽ പലർക്കും അറിയത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ? പൊതുവേ നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട്, ഒരു സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റായാൽ അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പറഞ്ഞത് തെറ്റാണ്, ഈ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഉണ്ടാക്കും. ബട്ട് ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി 8 നില പൊട്ടി. ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പലർക്കും അറിയത്തില്ല. പിന്നീട് ഈ സിനിമ OTTയിൽ റിലീസായി, അതായത് നെറ്റ്ഫ്ലിക്സിൽ റിലീസായി. അപ്പോ എല്ലാ ലാംഗ്വേജിലും റിലീസ് ചെയ്തു, തെലുങ്കു, കന്നഡ, ഹിന്ദി എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഇപ്പോ ഇതൊരു വലിയ പ്രശ്നമായിട്ട് വന്ന് നിൽക്കുകയാണ്. കാരണം ആ സിനിമയിൽ രാമൻ, അതായത് നമ്മുടെ ശ്രീരാമൻ ഇല്ലേ, ശ്രീരാമൻ മാംസം കഴിച്ചിട്ടുണ്ട്, അതായത് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നാണ് ആ സിനിമയിൽ പറയുന്നത്. പറഞ്ഞത് മാത്രമല്ല, രാമായണത്തിൽ തന്നെ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നാ പറയുന്നത്. അതേപോലെ നയൻതാര ഒരു ഹിന്ദു പെണ്ണായിട്ട് പരതായിട്ട് അവർ ലവ് ജിഹാദ് ചെയ്യുന്നു, അങ്ങനെ കുറെ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരുപാട് കേസൊക്കെ ഈ ഒരു പർട്ടിക്കുലർ മൂവിക്കെതിരെ, പ്രൊഡ്യൂസേഴ്സിനെതിരെ, ആക്ടേഴ്സിനെതിരെ ഇഷ്ടം പോലെ കേസസ് ഇട്ടു. അത് എത്രത്തോളം വലിയ പ്രശ്നമായി എന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് തന്നെ ആ വീഡിയോ അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് റിമൂവ് ചെയ്തു. സിയും റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ നയൻതാരയുടെ സിനിമയിൽ നടന്നിരിക്കുന്നു. അത് നമ്മുടെ തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നു. ബട്ട് എന്നാലും നമ്മൾ എത്ര പേർക്ക് ഇതറിയാം? സോ ഇന്നത്തെ വീഡിയോയിൽ ഇതൊരു വലിയ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബട്ട് യെറ്റ് പ്രാക്ടിക്കലി അവിടെ എന്താണ് സംഭവിച്ചത്, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്തത്, അവർ റിയാക്ട് ചെയ്തത് ശരിയാണോ തെറ്റാണോ, ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ബട്ട് അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതൊരു ചെറിയ കാര്യമാണ്, ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാൻ അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയായിരിക്കും. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ അന്നപൂർണി എന്ന സിനിമ തമിഴിൽ വന്ന ഒരു സിനിമയാണ്. അതിന്റെ സ്റ്റോറി ലൈൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നയൻതാര ശ്രീരംഗം എന്ന സ്ഥലത്ത് രംഗനാഥൻ കോവിൽ എന്നൊരു അമ്പലമുണ്ട്. സോ വേൾഡ്സ് ലാർജസ്റ്റ് ടെമ്പിൾസിൽ അതും ഒന്നാണ് കേട്ടോ. സോ ആ ടെമ്പിളിൽ പാചകം ചെയ്യുന്ന ഒരു ഫാമിലി, ആ ഫാമിലിയിലെ മകളാണ് നയൻതാര. സോ നയൻതാരയുടെ അച്ഛന്റെ ജോലിയെ ഇതാണ്, ഈ ടെമ്പിളിൽ ആഹാരം ഉണ്ടാക്കുക, പിന്നെ വഴിപാടൊക്കെ നടത്തി ജനങ്ങൾക്ക് കൊടുക്കുക പ്രസാദമായിട്ട്. സോ ആ ഫുഡ് മേക്കിംഗ് പ്രോസസ്സാണ് അദ്ദേഹത്തിന്റെ ജോലി. അപ്പൊ അച്ഛനെ കണ്ടിട്ട് നയൻതാരയും ഒരു ഷെഫ് ആകണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ ആഗ്രഹം വീട്ടിൽ പറയുമ്പോഴത്തേക്ക് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. കാരണം നീ ഷെഫ് ആയാല് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കേണ്ടി വരും, നമ്മൾ നോൺ വെജ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, നീ കഴിക്കത്തില്ലെന്നറിയാം, ബട്ട് എന്നാലും നോൺ വെജ് ഉണ്ടാക്കേണ്ടി വരും, അത് വേണ്ട എന്ന് പറയുന്നു. ബട്ട് നയൻതാര അത് സമ്മതിക്കുന്നില്ല. അതാണ് എന്റെ പാഷൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഫൈനലി ഒരു ഷെഫ് ആകുന്നു. ഷെഫ് ആയതിനു ശേഷം ഒരു കോമ്പറ്റീഷൻ ഒക്കെ വരുന്നു. അതിൽ ഷി ഹാസ് ടു കുക്ക് നോൺ വെജ്. അപ്പോ ഈ നോൺ വെജ് ഉണ്ടാക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിൽ നയൻതാര ഇരിക്കുമ്പോ ജയ് വരുന്നു. ജയ് ഈ സിനിമയിൽ ഒരു മുസ്ലിം ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ജയ് ഇതിലൊരു ഡയലോഗ് പറയും, എന്റെ അമ്മ ഒരു മുസ്ലിം ആണ്, അവർ സൂപ്പർ ആയിട്ട് നോൺ വെജ് ഉണ്ടാക്കും, ബട്ട് അമ്മ നോൺ വെജ് കഴിക്കത്തില്ല, അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതേപോലെ ഓരോരുത്തർ കഴിക്കുന്നത് കഴിക്കാതെ ഇരിക്കുന്നത് ഇതൊക്കെ അവരവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്തിന്? ശ്രീരാമൻ തന്നെ ഇല്ലേ, അദ്ദേഹം തന്നെ ഈ കാട്ടിൽ പോയപ്പോ 14 വർഷം കാട്ടിലായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത്, അതായത് കാട്ടിലിരുന്ന ആ സമയത്ത് ശ്രീരാമൻ തന്നെ മീറ്റ് കഴിച്ചിട്ടുണ്ട്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, മാംസം കഴിച്ചിട്ടുണ്ട്, വേട്ടയാടി എന്ന് വാൽമീകി രാമായണത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീ ചെയ്യണം, നീ നോൺ വെജ് ഉണ്ടാക്കണം, നീ വേൾഡിലെ ബെസ്റ്റ് ഷെഫ് ആവണം. അപ്പൊ ഈ നോൺ വെജ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഫീൽഡാണ്. അപ്പൊ അത് ഇഗ്നോർ ചെയ്തിട്ട് ഒരു ഷെഫായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. സോ ഈ നോൺ വെജ് നീ ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ നോൺ വെജ് ഞാൻ കഴിച്ചാലും തെറ്റൊന്നും ഇല്ലേ എന്ന് നയൻതാര തിരിച്ചു ചോദിക്കും. കാരണം രാമൻ കഴിച്ചിട്ടുണ്ടല്ലോ, കഴിച്ചോ, അതിനകത്ത് ഒരു തെറ്റും ഇല്ല, അതും പേഴ്സണൽ ചോയ്സ് ആണ്, എന്റെ അമ്മയെ പോലെ എന്ന് ജയും പറയുന്നു. ഈ ഒരു പർട്ടിക്കുലർ സീന് ഒരു ഇഷ്യൂ ആണ് കേട്ടോ. അത് കൂടാതെ വേറെ ഒരു സീനും കൂടെ ഉണ്ട്. സിനിമയുടെ ക്ലൈമാക്സിൽ നയൻതാരയ്ക്ക് വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഏതാ എന്ന് ചോദിച്ചാൽ അത് ജയുടെ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അവര് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ എപ്പോഴും ഈ നിസ്കാരമൊക്കെ ചെയ്തേ ബിരിയാണി ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ നയൻതാരയും അതേപോലെ ബിരിയാണി ഉണ്ടാക്കണം എന്ന് കരുതി അവരെ പോലെ തന്നെ ഹിജാബ് ഒക്കെ ഇട്ട് ബിരിയാണി ഉണ്ടാക്കുന്നു. സോ ഇതൊക്കെയാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്ന മെയിൻ സീനുകൾ. സോ ഈ സിനിമ റിലീസായി, തിയേറ്ററിൽ അങ്ങനെ വലിയ റെസ്പോൺസ് ഒന്നും ഇല്ല, വലിയായിട്ട് ഓടിയൊന്നും ഇല്ല.
പിന്നീട് ഈ സിനിമ OTT റിലീസായി. നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചത്. നെറ്റ്ഫ്ലിക്സ് ഈ സിനിമ OTT റിലീസ് ചെയ്തു. പിന്നെയാണ് പ്രശ്നം തുടങ്ങിയത്. രമേശ് സൊലാങ്കി എന്നൊരു പൊളിറ്റീഷ്യൻ, അദ്ദേഹം ഒരു വലിയ ട്വീറ്റ് ഇടുന്നു. അതിലെന്താ പറഞ്ഞേക്കെന്ന് വെച്ചാല്, ആന്റി ഹിന്ദു സി, ആന്റി ഹിന്ദു നെറ്റ്ഫ്ലിക്സ് എന്നിവർക്കെതിരെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഭഗവാൻ ശ്രീ രാമ മന്ദിറിന്റെ പ്രാൺ പ്രതിഷ്ഠയ്ക്കായി ലോകം മുഴുവൻ ആഹ്ലാദിക്കുമ്പോൾ സി സ്റ്റുഡിയോയും ട്രൈഡന്റ് ആർട്സും ചേർന്ന് നിർമ്മിച്ച് ഈ ഹിന്ദു വിരുദ്ധ ചിത്രം അന്നപൂർണി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നു. പിന്നെ 3 പോയിന്റ്സ് ആണ് ഇട്ടേക്കുന്നത്. ആ സിനിമയിലുള്ള 3 പ്രശ്നങ്ങൾ. ആദ്യത്തത്, ഹിന്ദു പൂജാരിയുടെ മകൾ ബിരിയാണി പാചകം ചെയ്യാൻ നമസ്കരിക്കുന്നു. രണ്ടാമത്തത്, ലവ് ജിഹാദിനെ ഈ സിനിമ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ലവ് ജിഹാദ് എന്താണെന്ന് അറിയാത്തവർക്ക്, ഈ നോർത്ത് ഇന്ത്യയില് ഒരു ഇതുണ്ട്. ഈ ഹിന്ദു പെണ്ണുങ്ങളെ പ്രേമിച്ച് അവരെ മുസ്ലിംസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്നിട്ട് അവരെ കല്യാണം കഴിക്കുക. അപ്പൊ ബേസിക്കലി ആ ഒരു മുസ്ലിംസിന്റെ എണ്ണം കൂട്ടുവാണ്. അപ്പൊ ആ ഒരു സംഭവം ഇല്ലേ, അതിനെയാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. സോ ഈ സിനിമയിൽ ലവ് ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. അതായത് ഹീറോ മുസ്ലിമും ഹീറോയിൻ ഹിന്ദു ആണല്ലോ. പിന്നെ മൂന്നാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാൻ ശ്രീരാമനും മാംസം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നടിയെ മാംസം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു ഫർഹാൻ. ഫർഹാൻ എന്ന് ഉദ്ദേശിച്ചത് ജെയിനെയാണ് കേട്ടോ, ആ സിനിമയുടെ ഹീറോനെയാണ്. നെറ്റ്ഫ്ലിക്സും ഒപ്പം സി സ്റ്റുഡിയോസും ഹിന്ദു വികാരം വ്രണപ്പെടുത്താൻ ബോധപൂർവം ഈ സിനിമ നിർമ്മിക്കുകയും പ്രാൺ പ്രതിഷ്ഠയുടെ സമയത്ത് തന്നെ ഇത് റിലീസ് ചെയ്യുകയും ചെയ്തു. പിന്നെ ടാഗ് ചെയ്തിരിക്കുകയാണ് മുംബൈ പോലീസിനെയും മഹാരാഷ്ട്ര ഹോം മിനിസ്റ്ററിനെയൊക്കെ. മതവികാരം വ്രണപ്പെടുത്തിയതിന് താഴെ പറയുന്ന വ്യക്തികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണം എന്നും പറയുന്നുണ്ട്. അതിനകത്ത് ജെയും നയൻതാരയും പിന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ഡയറക്ടേഴ്സ് എല്ലാവരുടെയും പേരും ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുക. അവർക്കെതിരെ FIR എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട്. ബേസിക്കലി കുറെ പേർ ഒഫൻഡ് ആയി നോർത്ത് ഇന്ത്യയിൽ. ഇതൊരു വലിയ കോൺട്രവേഴ്സി ആയി. ട്വിറ്റർ മൊത്തവും പിന്നെ ഇതായി പോയി ഒരു ചർച്ചാ വിഷയം. കുറെ പേര് സംസാരിക്കാൻ തുടങ്ങി, എങ്ങനെ ഇങ്ങനെ ഒരു സീൻ ഇട്ടു, ശ്രീരാമനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ഒക്കെ ആയി. സെൻസർ ബോർഡ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. ഫൈനലി നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ആ മൂവിനെ അങ്ങ് റിമൂവ് ചെയ്തു. ഇതാണ് ഓവറോൾ സ്റ്റോറി. ഓക്കെ, ഇപ്പൊ പ്രശ്നം എന്തോന്ന് മനസ്സിലായി. ഇപ്പൊ ഇതിനകത്തൊരു ചോദ്യം ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ശരിക്കും ശ്രീരാമൻ നോൺ വെജ് കഴിച്ചിട്ടുണ്ടോ എന്നതാണ്. കാരണം ഈ സിനിമയിൽ ജയ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നയൻതാരയുടെ അടുത്ത് ശ്രീരാമൻ മാംസം കഴിക്കൂന്ന്. അത് ചുമ്മാ പറഞ്ഞിട്ടങ്ങ് പോയത് മാത്രമല്ല, അതിനകത്ത് ഈ വാൽമീകി എഴുതിയ രാമായണത്തിനകത്തുള്ള ശ്ലോകങ്ങൾ വരെ പറഞ്ഞു. അതായത് അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ ഒരു കണ്ടന്റ് ഇല്ലേ, ഇന്ന ഒരു കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ആ കണ്ടന്റിന്റെ അർത്ഥം ഇതാണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ വാൽമീകി രാമായണത്തിന്റെ ലൈൻസ് ജയ് അവിടുന്ന് വായിച്ച് കാണിച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ ശരിക്കും വാൽമീകി രാമായണത്തിൽ ഇതുണ്ടോ? രാമായണത്തിൽ ശരിക്കും രാമൻ മാംസം കഴിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ഞാനും ഒരു റിസർച്ച് നടത്തി. എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല്, ആമിഷം എന്നതാണ് മീറ്റ്. അതായത് ആമിഷം എന്ന വാക്കിന്റെ അർത്ഥം മീറ്റ് അല്ലെങ്കിൽ മാംസം എന്നാണ്, അല്ലെങ്കിൽ ഇറച്ചി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ആമിഷം ശത്രുദേശ ഹേ വർഷനി വജ്യാമി വചനേ വാനേ. ഒന്നും വിചാരിക്കരുത്, എനിക്കാണ് സംസ്കൃതം കറക്റ്റായിട്ട് വായിക്കാൻ അറിയത്തില്ല. ബട്ട് യെറ്റ് ഇതിനകത്ത് ആ മിഷം എന്ന വാക്കിന്റെ അർത്ഥം ഇറച്ചി എന്നാണ്, അല്ലെങ്കിൽ മീറ്റ് എന്നാണ്. സോ ഇത് രാമായണത്തിലുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞത് സത്യമാണോ? രാമൻ ശരിക്കും നോൺ വെജ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഒരു ചെറിയ ട്വിസ്റ്റ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ആമിഷം എന്ന് പറയുന്നത്, ഈ ആമിഷം എന്ന വാക്കിന് നോൺ വെജ് എന്നാണ് അർത്ഥം, സമ്മതിച്ചു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ വാക്കിന് വേറെ പല അർത്ഥങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ ഓബ്ജക്ട്സ് ഓഫ് എൻജോയ്മെന്റ്, വിക്ടിം, പ്രേ എന്ന അർത്ഥങ്ങളും ഉണ്ട്. ഇത്രയും അർത്ഥങ്ങൾ ആമിഷം എന്ന ആ ഒരു വാക്കിന് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എങ്ങനെയാ അത് നോൺ വെജ് തന്നെയാണ് വാൽമീകി ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? രാമൻ കാട്ടിലിരുന്ന സമയത്ത് രാമൻ എന്താണ് കഴിച്ചതെന്ന് രാമന് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. ഈ വാൽമീകിക്ക് പോലും അറിയത്തില്ല. രാമായണം എഴുതിയ വാൽമീകിക്ക് പോലും രാമൻ കാട്ടിലിരുന്ന സമയത്ത് എന്തുവാ കഴിച്ചെന്ന് അറിയത്തില്ല. കാരണം കാട്ടി രാമൻ പോയപ്പോ വാൽമീകി പോയിട്ടില്ലല്ലോ. വാൽമീകി ഉണ്ടായിരുന്നോ കൂടെ? ശ്രീരാമന്റെ കൂടെ ഉണ്ടായിരുന്നോ ശ്രീരാമൻ കാട്ടി പോയപ്പോ? അപ്പൊ പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നത്? അതൊക്കെ കഴിഞ്ഞ് വെച്ചാൽ കുറെ കഴിഞ്ഞ്, അതായത് ഈ 14 വർഷം ഈ വനവാസമൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഈ വാൽമീകി രാമായണം എന്ന് പറഞ്ഞ കഥ എഴുതിയത് തന്നെ. സോ ആമിഷം എന്ന വാക്കിന് നോൺ വെജ് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഇന്റർപ്രേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് സെയിം ടൈം വേറെ ഗ്രൂപ്പ് അതിന് എൻജോയ്മെന്റ് എന്ന അർത്ഥവും ഉണ്ട്.
അപ്പോൾ എന്റർടൈൻമെന്റ്, ഇപ്പൊ നമ്മൾ ഒരു എന്റർടൈൻമെന്റ് ബോർ അടിക്കുന്നു, എന്റർടൈൻമെന്റ് എന്ത് ചെയ്യും, ചിലപ്പോൾ ഫോൺ നോക്കും അല്ലെങ്കിൽ TV കാണും. അപ്പോൾ പണ്ടത്തെ കാലത്ത് അതുപോലെ ശ്രീരാമന് ഇങ്ങനെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇവരതാ ചോദിക്കുന്നത്, കാട്ടിലിരിക്കുവാണെങ്കിൽ എന്തോ നോൺ വെജ് മാത്രമേ ഉള്ളൂ എന്റർടൈൻമെന്റ്, വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലേ എന്നും ചോദിക്കുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്. അറ്റ് ദ സെയിം ടൈം വേറൊരു ഗ്രൂപ്പുണ്ട്, അവരെന്തോ പറയുന്നത് വെച്ചാൽ ശ്രീരാമൻ ക്ഷത്രിയനാണ്, അപ്പോൾ ക്ഷത്രിയൻ ഇങ്ങനെ വേട്ടയാടി കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ശ്രീരാമനും വേട്ടയാടി കഴിക്കും, കാരണം ക്ഷത്രിയനാണല്ലോ. അപ്പോൾ അങ്ങനെ വേട്ടയാടി നോൺ വെജ് കഴിക്കത്തില്ലെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്, മാംസം കഴിക്കത്തില്ലെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്, അപ്പൊ കഴിക്കുമായിരിക്കും എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പും കൂടി ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ആർക്ക് എന്ത് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും ശരി, രാമൻ എന്താ കഴിച്ചെന്ന് രാമന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് ചുമ്മാ ഓരോന്ന് ഊഹിച്ച് എന്തെങ്കിലുമൊക്കെ പറയാം എന്നേ ഉള്ളൂ. സത്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളിത് എങ്ങനെയാ കാണുന്നത്? ഇതൊരു സിനിമയല്ലേ, സിനിമയിൽ ഒരു സീൻ അല്ലേ? അപ്പൊ ഇതൊരു ആർട്ടിസ്റ്റിക് ഫ്രീഡം ആയിട്ടാണോ നിങ്ങൾ ഇത് കാണുന്നത്, അല്ലെങ്കിൽ അല്ല ഇത് മതത്തിനെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.